765 രൂപ വരുന്ന ഈ ഒരു സർഫ് എക്സൽ മാറ്റിക് ലിക്വിഡ് നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ലിക്വിഡ് ആണ്. ഇത് നമുക്ക് 498 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വമ്പൻ ലാഭമല്ലേ. അപ്പൊ നമ്മള് അതാ പറഞ്ഞു വരുന്നത്, ആമസോണിൽ ഇപ്പം അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവ് ആണ്. ഈ ഒരു സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മിനിമം 50% മുതൽ നമുക്ക് അങ്ങോട്ട് ഓഫർ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്ലസ് എക്സ്ട്രാ നമുക്ക് അപ് ടു 5% ഓഫ് കിട്ടുന്നുണ്ട്. നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് കൂടെ ആണെങ്കിൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ലൈവ് സമയത്ത് നമ്മൾ ഈ ഒരു സെയിലിന്റെ സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് വിലക്കുറവിന് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു 3.2 ലിറ്റർ മെഗാ പാക്കാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇത് തന്നെയാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാറ്. ഇത് ഫ്രണ്ട് ലോഡിന്റെ ആണ്. നിങ്ങളുടെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതാണ് എനിക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീൻ, ഇവിടെ നമുക്ക് IFBന്റെ വാഷിംഗ് മെഷീനാണ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. അപ്പൊ ആദ്യം നമ്മൾ അവരെന്ന് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ലിക്വിഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്നേട്ടോ, പൈസ കൊടുത്ത് മേടിച്ചാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവരുടെ IFBന്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു ലിക്വിഡ്, അത് യൂസ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സർഫ് എക്സലിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞ പോലെ തന്നെ 765 രൂപയാണ്. നമുക്ക് ലിറ്ററിന് 239 രൂപയാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇതിന് എനിക്ക് 492 രൂപയായിട്ട് കേട്ടോ. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ഡിഫറൻസ് ഉണ്ട് പ്രൈസിന്. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത് നമ്മളുടെ ഇത് കംഫർട്ട്. എന്തായാലും നമുക്ക് മഴക്കാലത്ത് തുണികളിൽ മുഷിഞ്ഞ മണം കണ്ടിരിക്കാനായിട്ട് നമ്മൾ കംഫർട്ട് യൂസ് ചെയ്യുമല്ലോ. അപ്പം ഇതാണ് ഞാൻ മേടിക്കുന്നത്. കംഫർട്ടിന്റെ ഈ ഒരു ബ്ലാക്ക് ഇതിൽ വരുന്നതും അതേപോലെ തന്നെ ബ്ലൂ, അതിനാണ് കൂടുതൽ മേടിക്കാറ് കേട്ടോ. ഇത് പെർഫ്യൂം ഡീലക്സ് കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഡിസയർ ഓഡിയോ പെർഫ്യൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ വലിയ പാക്കാണ് മേടിക്കുക. എന്തായാലും ഒഴിക്കുമ്പോൾ കുഞ്ഞിത് മേടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതേപോലെയാണ് മേടിക്കാറുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ്. പക്ഷെ നമ്മളിത് ആമസോണിൽ സെയിലിന് ഇപ്പൊ മേടിക്കുകയാണെങ്കിൽ 376 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഡിഫറൻസ് എങ്ങനെയുണ്ട്. നമ്മൾ സെയിലിന്റെ സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഇതേ സാധനം നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ റേറ്റ്, നമ്മൾ MRP ആ റേറ്റ് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 50 രൂപയൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. മിക്കവാറും നമ്മൾ സാധനങ്ങൾക്ക് മേടിക്കുമ്പോൾ 10 രൂപ 15 രൂപയൊക്കെയാണ് ഡിഫറൻസ് കാണാറുള്ളത്. അപ്പൊ ഇത് നമുക്ക് 10, 200, 300 രൂപേൻ്റെയൊക്കെ ചിലപ്പം ഡിഫറൻസ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ മേടിച്ചത്. കംഫർട്ട് മേടിച്ചു, അതുപോലെ തന്നെ സർഫ് എക്സൽ ഇത് മേടിച്ചു. പിന്നെ കുറേ ദിവസമായില്ല നമ്മൾ ഡൈമൈ ലീഫൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മടി പിടിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും അടുത്തത് ഇനി എന്താ പറയുക, ഇതേപോലത്തെ വീഡിയോസും ഡൈമൈ ലീഫൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓവനിലൊക്കെ വെക്കുന്ന ഗ്ലാസിന്റെ ഇങ്ങനത്തെ ഒരു ബൗളില്ലേ, ഇതാണ് സംഭവം. എന്താ പറയുന്നത്, കേക്കൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ നമ്മൾ ഓവനിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രീസറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇങ്ങനത്തെ ബൗളാണ് ഇത്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തില്ല, കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് വെച്ചാണ്. അപ്പൊ നമുക്ക് ഓവനിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല കട്ടിയുള്ള കണ്ടോ, നല്ല കട്ടിയുള്ള ബൗളുണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അതേപോലെ ഡിഷ് വാഷറിലാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. തിക്നെസ് ഉള്ള ഹെവി ആയിട്ടുള്ള നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലായിടത്തും റേറ്റ് ഞാൻ പറയുന്നത് കുഞ്ഞു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെ ഞാൻ എന്താ ഓരോ തവണ എടുത്തിട്ട് ഇതിൻ്റെ പ്രൈസ് തപ്പാൻ വേണ്ടി പോകുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവങ്ങൾ കാണിച്ചു തരാം. മിച്ചൂട്ടിന് ഇതേപോലത്തെ നമ്മുടെ സ്പിന്നേഴ്സ് ഇല്ലേ, ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് 3 എണ്ണമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഇതെനിക്ക് കുറച്ച് ഓവർ പ്രൈസ്ഡ് തോന്നി. കാരണം ഇങ്ങനത്തെ 3 എണ്ണത്തിന് 600 രൂപയാണ്. 600 രൂപ എന്ന് പറയുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ്. 600 സംതിങ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒന്ന്. നമ്മളിങ്ങനെ വെക്കട്ടോ, ഗ്ലാസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിശ്ചയാണെങ്കിൽ എന്തെങ്കിലും എന്താ ആക്രികൾ അവൻ്റെ കയ്യിൽ വേണം. അപ്പം വണ്ടിയിലൊക്കെ പോണ സമയത്ത് ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇനി കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റത്തെ വന്നിട്ട് അതാണ്. പിന്നെ നമ്മളുടെ സ്പിന്നർ, ഇത് 3 കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് പൊതുവെ എനിക്ക് എത്രയാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഈ ഒരു ബൗൾ ഉണ്ടല്ലോ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 രൂപയാണ് കേട്ടോ. 700 ml 1600 ml ആണെങ്കിൽ 473 രൂപ അങ്ങനെ റേറ്റ് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് 40% ഇതിന് ഓഫ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബൗളുണ്ടത്. പിന്നെ ഈ സ്പിന്നറിൻ്റെ റേറ്റ് ഇതന്നെയായിരിക്കും. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു സ്പിന്നറാണ്. ഇതാണ് ഞാൻ ഇങ്ങനെ പ്രൈസ് കാണിക്കാതെ കേട്ടോ. ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പോകണല്ലേ. പിന്നെ എഴുതി വെക്കണം.
ഇത് ഇങ്ങനത്തെ 3 വരുന്നുണ്ട്. വലിപ്പമുണ്ട്. ശരിക്കും സ്പിന്നറിന് അങ്ങനത്തെ റേറ്റ് ഉണ്ടോ? ഇതിൻ്റെ റേറ്റ് 589 രൂപയാണ്. ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഞാനിത് 600 സംതിങ്ങിനെ മേടിച്ചത്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ബഗ്ഗിൻ്റെ വരുന്നത്, ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ബഗ്ഗിൻ്റെ ഒക്കെ വരുന്നതാണ്. നിച്ചുവിൻ്റെ കുറച്ചുകൂടെ പ്രാണികളെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് ഫ്ലവേഴ്സൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഫ്ലവറിൻ്റെ വരുന്ന സ്പിന്നറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ MRP ഇതിൽ 999 രൂപയായിട്ടാണ് പറയുന്നത്. അതാണ് നമുക്ക് 589 രൂപയ്ക്ക് വരുന്നത്. ഞാൻ എന്നാലും 600 സംതിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, പിന്നെ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇതിന്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അടുത്തത് മേടിച്ചിട്ടുള്ളത് ഞാൻ പോയുണ്ട് കേട്ടോ, നമ്മളുടെ ഈ ഒരു നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ എന്താ പറയുക, വെജിറ്റബിൾസ് ഒക്കെ ഇതേപോലെ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ടുള്ള ഇതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നപ്പോൾ ഞാൻ മേടിച്ച് എനിക്ക് ഇതേപോലത്തെ ഒന്ന് കാലൊരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇവിടെ കുറച്ചൊരു ബ്ലാക്ക് കളറുള്ള അതേ ഒരു സാധനം തന്നെ അല്ലേ, കുറച്ചിങ്ങനെ അതിൽ അത് ഇത്രയും കിരികിരാന്നായിരിക്കില്ല, കുറച്ചുകൂടെ നൈസാണ് ഇത് സംഭവങ്ങൾ. അപ്പം ഇതെന്തെങ്കിലും നമുക്ക് ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമല്ലോ. അതേപോലെ വേറെ എന്തെങ്കിലും ചീസൊക്കെ കട്ട് ചെയ്യണമെങ്കിലൊക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പേര് വന്നിട്ട് ഗ്രേറ്റർ, അതന്നെ ചീസ് ഗ്രേറ്റർ എന്നാണ്. ഇതിൻ്റെ റേറ്റ് 269 രൂപയാണ് കേട്ടോ. 189 രൂപേൻ്റെ ഒക്കെ കാണുന്നുണ്ട്. പിസ്സ കട്ടർ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതിന് 189 രൂപയോ അങ്ങനെ എന്തോ ആണ്. 189 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് ശരിക്കും MRP എന്ന് പറയുന്നത് 299 രൂപയാണ് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ വേറെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പം ഇതാണ് നമ്മൾ അടുത്തായിട്ടുള്ള മേടിച്ചിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഈ ഒരു സോളിമോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നമ്മുടെ ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. നമുക്ക് ഓയിലൊക്കെ ഒഴിക്കാനുള്ളതാണ്. നമുക്ക് എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഗ്ലാസിൻ്റെ മോഡലാണ് ഉണ്ടായിരുന്നത്. അതാകുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഗ്ലാസ് അല്ലേ, കുറച്ചുകൂടെ നല്ലത് ഗ്ലാസ് തന്നെയാണ്. അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എണ്ണയും കൂടെ ആകുമ്പോൾ വഴുതിപ്പോലെ താഴെ കിട്ടുമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കൂടെ സേഫാണ്. ഇത് കുറച്ചും കൂടെ വലുതെന്ന് തോന്നുന്നു. ഇത് 1 ലിറ്ററാണ് കേട്ടോ. ഇതിൽ അതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് എത്ര ലിറ്റർ ഉണ്ട് എന്നുള്ളത്. പിന്നെ പിടിക്കാനൊക്കെ സുഖമുണ്ട്. നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മളിതിങ്ങനെ ഓയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തുറക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ വാഷ് ചെയ്യാൻ എളുപ്പമുണ്ട്, ക്ലീൻ ആക്കാൻ. കാരണം നമ്മുടെ ഗ്ലാസിൻ്റെ അതിൻ്റെ ടോപ്പിലേക്ക് കുറച്ചും കൂടെ ഇങ്ങനെ കുപ്പി പോലെ വരുന്നത്, ഇങ്ങനെ നാരോ ചെറുതായിട്ട് വരുമല്ലോ, കഴുത്തുറി കിട്ടും. അത് നമ്മൾ കൂടുതൽ ക്ലീൻ ആക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ വലിയതായത് കൊണ്ട് നമുക്കിങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും തുടച്ച് വൃത്തിയാക്കാനൊക്കെ പറ്റും. കാരണം എണ്ണയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പം കുപ്പിയൊക്കെ മാറ്റിയില്ലെങ്കിൽ ആ ഒരു എണ്ണ കാറ ചോക്ക് ഒരു ഇത് വരുമല്ലോ, കാർബൺ എന്നൊക്കെ പറയില്ലേ. അപ്പം നമുക്ക് ഇത് ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എടുത്തത് കേട്ടോ. അങ്ങനത്തെ വൈഡായത് ഇത് നമുക്കിവിടെ അങ്ങനെ ഫില്ല് ചെയ്യാം. പിന്നെ എണ്ണ എടുക്കാനായിട്ട് ഇവിടെ നമ്മളിത് അങ്ങനെ ഓപ്പൺ ചെയ്താൽ കണ്ടോ ആ ഒരു ഇത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ആക്കിയിട്ടില്ല, ഇനി പുതിയ എണ്ണ മേടിക്കുമ്പോൾ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണം, ഒന്ന് വെളിച്ചെണ്ണയ്ക്കായിട്ടും ഒന്ന് നമ്മുടെ ഏതെങ്കിലും ഓയിലിനായിട്ട്, അങ്ങനെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2 എണ്ണത്തിന് 2 എണ്ണം ഒരുമിച്ചാണ് വരുന്നത്. ഇതിന് 199 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ MRP വരുന്നത് 499 രൂപയാണ്. നോക്കൂ, ഇപ്പോൾ നമുക്കിത് ഈ 2 എണ്ണം 199 രൂപയ്ക്ക് 60% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. 190 രൂപയ്ക്ക് ഭയങ്കര ലാഭമാട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്, മേടിച്ച് വെച്ചോ, നല്ലതാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ മിച്ചുവിന് കഴിക്കാൻ വേണ്ടിയിട്ട്, അവന് കുറച്ച് ഈ ബേക്കറിനോട് ഒത്തിരി താല്പര്യം ഭയങ്കര കൂടുതലാണ്. പൊതുവെ എനിക്ക് ബേക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ആകെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് നിൽച്ചപ്പോൾ എനിക്ക് 57 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല, അതായത് കുറഞ്ഞു, അങ്ങോട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഓക്കെ ആയിട്ട് അങ്ങ് നിൽക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ നോക്കുമ്പോൾ 60 കിലോൻ്റെ മേലെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം വീണ്ടും എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസം കിട്ടും. എനിക്ക് ഇവിടെ ഒരു നടുവിലൊരു നമ്മളെ ഇത് വരില്ലേ, എന്താ കിട്ടുന്നില്ലല്ലോ, അനസ്തേഷ്യൻ്റെ ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാവില്ലേ, അതിൻ്റെ അവിടെ എനിക്ക് ഭയങ്കര ഉരവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ആ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. രാത്രി ചോറൊക്കെ കുറച്ചിട്ട് അങ്ങനെ എന്താ പറയുക, കുറച്ച് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരാഴ്ചയായിട്ടേ ഉള്ളൂ, 5-6 ദിവസമായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ എന്തിനപ്പോൾ പറഞ്ഞു, ഞാനത് പറയാനുള്ള റീസൺ ഇപ്പം എന്താ, മറന്നുപോയി. ബേക്കറിൻ്റെ കാര്യം. അതന്നെ, ബേക്കറി ഞാനും കുറച്ചിരുന്നു. അപ്പം നിച്ചുവിന് കഴിക്കാനായിട്ട് നമ്മുടെ നട്ട്സ് ഇല്ലേ, അതാണെങ്കിൽ അവൻ കഴിക്കും. അവന് പിസ്ത വെക്കാൻ ഇഷ്ടം കേട്ടോ. മറ്റേ ഈന്തപ്പഴം മേടിച്ചാൽ അവന് വലിയ താല്പര്യമില്ല. കുറച്ച് ദിവസം കഴിക്കും, നല്ലോണം കഴിക്കും. പിന്നെ അവന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ഒന്നും കൊടുക്കില്ല,
ഓരോന്നൊക്കെ വെച്ചിട്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഒരു 2 അണ്ടിപ്പരിപ്പ് 2 പിസ്ത അങ്ങനെ കൊടുക്കുക ചെയ്യുക. അപ്പോൾ അവനും മേടിച്ചു, എനിക്ക് കഴിക്കാൻ കേട്ടോ. മാത്രം വെച്ചാൽ മതി, എനിക്ക് കഴിക്കണ്ടേ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഹാപ്പി ലോഞ്ചാണ് മിക്കവാറും മേടിക്കാറുള്ളത്. നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇവരുടെ നല്ല ക്യാഷ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 100% നാച്ചുറൽ പ്രീമിയം ഹോൾ കാഷ്യൂസ് ആണ്, 0 കൊളസ്ട്രോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന് 775 രൂപയാണ് ഇതിൻ്റെ 500 ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് പല റേറ്റിനും കിട്ടും കേട്ടോ. ഇത് നമുക്ക് 639 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ഏകദേശം 100 രൂപേൻ്റെ മേലെ ഡിഫറൻസ് വരുന്നുണ്ട്. 100-125 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വില ഉണ്ടല്ലോ. നമുക്ക് ചീപ്പായിട്ടുള്ള വിലയിലും കിട്ടുന്നുണ്ട് കാഷ്യൂസ്. നല്ല റേറ്റ് കൂടിയതുണ്ട്. ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 400 രൂപയ്ക്കുണ്ട്, 2000 രൂപയ്ക്കുണ്ട്, 1500 രൂപയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് ഹാപ്പി ലോഞ്ചിൻ്റെ നല്ല അത്യാവശ്യം ബ്രാൻഡാണ്. അവരുടെയാണ് എടുത്തിട്ടുള്ളത്. മുൻപ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹോൾ കാഷ്യൂ പൊടിയാത്ത നല്ലതാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇതുവരെ എനിക്ക് അങ്ങനത്തെ അനുഭവം വന്നിട്ടില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് കൈവഴപ്പം പൊട്ടിക്കാം അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ എന്തോന്ന് പറയാൻ വന്നത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ, ഞാൻ പറഞ്ഞോന്നറിയില്ല. നമ്മളുടെ അട ഉണ്ടാക്കണ സാധനം ഒരുപാട് വീഡിയോ ലെങ്തായില്ലേ. അട ഉണ്ടാക്കണ ആ ഒരു സംഭവത്തിൽ ഫ്ലോപ്പാണ് കേട്ടോ. ഞാനതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളാരും വേടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം അത് വേടിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടിൻ്റെ നമ്മൾ പരത്തണം. ഇത് കിട്ടണില്ലല്ലോ. നമ്മൾ പരത്തുന്ന സംഭവം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മാവ് പരത്തുന്നതും പിന്നെ അത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റുമല്ലോ. അതിൻ്റെ സൈസ് ഡിഫറൻസ് നമുക്ക് കുഞ്ഞ അട ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എണ്ണയിലിടുന്ന അടയൊക്കെ ഉണ്ടാവില്ലേ, ഉള്ളിൽ അധികം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ മേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടേ. അതുകൊണ്ട് യൂസ് ഇല്ല, അതവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്യാഷ് പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചപ്പം ഇത് തുറക്കാൻ കിട്ടണില്ല. കത്തിരിച്ചോട്ടെ. എനിക്ക് ഉറങ്ങാണ് കേട്ടോ. എപ്പോൾ എനിക്കെന്നറിയില്ല. നീച്ച പണിവാളും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ക്യാഷ് മേടിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പൊടിയൻ തല. എനിക്ക് ഏതോ ഒരു പ്രാവശ്യം ഒരു ബ്രാൻഡിൻ്റെ മേടിച്ചപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല ഹോൾ ക്യാഷാണ്. നല്ല പൊടിയാണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. അതുകൊണ്ട് നേരെ കാണുന്നില്ലേ, കണ്ടോ, നല്ല ക്യാഷുമാണ്. ഇതാ ഇത് നല്ല ബോട്ടിലാക്കി എടുത്ത് വെക്കാം കേട്ടോ. ടേസ്റ്റ് നല്ല. ഞാൻ മുന്നേ മേടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ടേസ്റ്റ് നല്ലതാണ്. നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ടേസ്റ്റ് അറിയണമെന്ന്. ഇവരുടെ കാഷ്യൂവും അതുപോലെ തന്നെ പിസ്തയും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ അടുത്ത മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നത് ഈ ഒരു മുന്തിരിയാണ്. ഇത് ഞാൻ മിക്കവാറും ഈ ഒരു എന്താ ഇത് വേദക്കാന്നാണോ ആ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇവരുടെയാണ് മേടിക്കാറുള്ളത്. ഇതിന് 450 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത് കേട്ടോ, 500 ഗ്രാമിന്. പക്ഷേ 200 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഓർമ്മയില്ല, 200 സംതിങ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ആമസോണിൽ. മുന്തിരി ഞാൻ മിക്കവാറും ഈ ഒരു ബ്രാൻഡില്ലേ ഇതിനാണ് മേടിക്കാറ്. നമ്മൾ കുറ്റിപ്പുറത്ത് നിൽക്കുന്ന സമയത്തേ ഞാൻ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് മുതലേ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ 2 വർഷം മുന്നത്തെ വീഡിയോയിലും ഇതൊക്കെ മേടിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഇതേപോലെ നട്ട്സൊക്കെ മേടിച്ചിട്ട് പാക്കിന്ന് മാറ്റുന്നത് കാണിച്ചിട്ടുണ്ട്. വേറെ വീട്ടിലേക്ക് ആക്കുന്നത് 290 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു റേസിൻസിന് അത് കഴിച്ചപ്പോൾ തൊണ്ടയിൽ പൊടി കുടുങ്ങി. അപ്പം അത് 2 മേടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് മുന്തിരിയാണ് കൊടുക്കാറ് അനിച്ചുവിന്, അല്ലാതെ കൊടുക്കണം. അപ്പം ഞാൻ ഈ നമ്മുടെ ബ്ലൂബെറി ഇല്ലേ, അത് ഞാൻ സത്യം കഴിച്ചിട്ടില്ല കേട്ടോ. സത്യം ഞാൻ കഴിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ വേറെ എന്തൊക്കെയോ സാധനം ഉണ്ടല്ലോ, ബ്ലൂബെറി റെഡ്ബെറിയോ ഇല്ലല്ലോ, ക്രാൻബെറിയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ 2 വേവിക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് കൊടുക്കാച്ചിട്ട് നിച്ചിന് കൊടുക്കാമല്ലോ. മിഠായി കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ശരിക്കും നമ്മൾ ഇതേപോലെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അത് വന്നിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഡ്രൈഡ് ക്രാൻബെറിയും അതുപോലെ തന്നെ ബ്ലൂബെറിയാണ്. 210 രൂപയാണ്. ചെറിയ 200 ഗ്രാമിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. അത് ഇന്ന് വരും. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ. മുന്തിരി നമുക്കറിയാലോ, നല്ല മുന്തിരി കേട്ടോ അവരുടെ. ഞാൻ സ്ഥിരം മേടിക്കാറില്ല. ഇപ്പോൾ അടുത്തുകൂടെ ഞാൻ ഇത് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്താ കാണിച്ചിട്ടുള്ളത്, കുറച്ച് ഡ്രസ്സ് ഐറ്റംസും അതേപോലെ തന്നെ ചെരുപ്പുണ്ട്. പിന്നെ അതേപോലെ അതിന് നമ്മുടെ ഭയങ്കര സൗണ്ട ടോബോയ്ക്ക് നമ്മൾ കൊടുക്കാറുള്ള
ഫുഡ് കാണും കേട്ടോ. മേടിക്കുന്ന റൂൾസ് ആണ് കൊടുക്കാറുള്ളത്. അവൻ ഉണ്ടായ മുതലേ മിക്കവാറും റൂൾസ് ആണ്. നമ്മുടെ റോയൽ കാനയിൽ അതിൻ്റെ മിൽക്കില്ലേ, അത് അവന് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ 2-3 മാസങ്ങൾ കൊണ്ട സമയത്ത് ഫീഡ് ചെയ്യുന്നതിന് അവർക്ക് പകരം കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മിൽക്കാണ് കൊടുത്തിരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മൾ ആ പപ്പി ഫുഡിൽ റൂൾസ് തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇത് ഈ ഒരു 3 kg 1.5 kg 1900 ഗ്രാം വന്നിട്ട്, യെസ് അല്ല 1.2 kg. ഇത് ഇന്നത്തെ ഒരു കോമ്പോയാണ് വരിക. 700-800 രൂപയാണ്. ഞാൻ പറയാം 700-800 അങ്ങനത്താണ് ശരിക്കും റേറ്റ് വരാറ്. അടുക്കി അപ്പോൾ ചില സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം 500 സംതിങ് 526 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് 600 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 700 അങ്ങനെ അങ്ങനത്തെ റേറ്റിലൊക്കെ നമുക്ക് വ്യത്യാസം വരാറില്ല കേട്ടോ. അപ്പം ഇപ്പം എത്രയാണ് ശരിക്കും ഓർമ്മയില്ല. ഇപ്പം 700 സംതിങ് ആണ്, 500 എന്താണെന്ന് ഓർമ്മ നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീട്ടിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാമല്ലോ. അപ്പം ഞാൻ റൂൾസ് എപ്പോഴും മേടിക്കാറുണ്ട് ഞാൻ കേട്ടോ. ഇപ്പോൾ കൂടിയൊന്നുമില്ല. 630. ഡോഗ് ഫുഡ് ആണെങ്കിൽ 631 രൂപ. പക്ഷെ നമ്മുടെ ഇതിനെന്താ പറ്റി ഡിമാൻഡ് കൂട്ടുകയാണോ, റൂൾസിൻ്റെ റേറ്റ് കൂടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ റേറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത് 799 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ റേറ്റ്. റൂൾസിന് അവരെന്തുകൊണ്ട് ഓഫർ ഇട്ടില്ല, ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇത്ര കാണിക്കാണല്ലേ. ഈ ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ 2-3 ഡ്രസ്സും ചെരുപ്പുകളും കാണിച്ചു തരാം. അതും കൂടെ കണ്ടിട്ട് പോട്ടോ. ഈ ഒരു ഹീൽ ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹീൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ നല്ല കംഫർട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണിത്. നല്ല നല്ല ഭംഗിയുള്ള ശരിക്കും അല്ലേ. നല്ല മോഡേൺ സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ബാറ്റേൻ്റെ ആണ് അത്യാവശ്യം. ഇതിനും പക്ഷേ റേറ്റ് ഉണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു സെയിൽ ആയതുകൊണ്ടേ അൾട്ടിമേറ്റ് ബ്രാൻഡ്സിൽ നടക്കുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. MRP നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും ബാറ്റേൻ്റെ ആണ്. ഞാൻ ഇത് വേറെ കാണിച്ചു തരാം. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇടാൻ നല്ല, നിങ്ങൾ ഹീലൊക്കെ ഇടുന്നവരാണെങ്കിൽ എന്തായാലും കംഫർട്ടബിൾ ആവും. ഞാൻ ഒട്ടും ഹീൽ ചെയ്യാത്ത എനിക്ക് തന്നെ, ഹീൽ യൂസ് ചെയ്യാത്ത എനിക്ക് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ഒരു 2-3 സ്റ്റെപ്പിൽ ആദ്യത്തെ അടിയാണല്ലോ. കാരണം ഇങ്ങനത്തെ ചെരുപ്പുകളും യൂസ് ചെയ്യാത്തവർക്ക് ആ ഒരു 3-4 അടി വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് തോന്നുമെങ്കിലും പിന്നെ അങ്ങോട്ട് റെഡിയാണ് കേട്ടോ. അങ്ങനെ ഒരു ചെരുപ്പാണ്. ചില ഹീൽ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം ഞാൻ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു ഹീൽ തന്നെയാണ്. പക്ഷെ അതെനിക്ക് ഇട്ടിടന്നിട്ട് എത്ര പറ്റിയിട്ടും ഹീല് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റ് ആവുന്നില്ല. പക്ഷെ ഇത് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചെരുപ്പാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഫുഡ് വെയർ എന്ന് പറയുന്നത്. പിന്നെ ഇതേ കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കുറച്ച് ഞാൻ അധികം യൂസ് ചെയ്തു. നമ്മുടെ ഈ ഒരു ബാറ്റേൻ്റെ ഈ ഒരു ഫുഡ് വെയർ ആണ്. ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ചെരുപ്പാണ്. ഇത് രണ്ടും ഇതിൻ്റെ സ്ട്രാപ്പ് നമ്മൾ ഇടാൻ കുറച്ച് ആ ഒരു മോഡലാണ് കേട്ടോ. നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇടുന്ന ആ ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് നല്ല പറയണത്. ഈ ഒരു കിട്ടുന്ന ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. പെട്ടെന്നൊക്കെ നമുക്ക് വള്ളിയാണെങ്കിൽ വലിച്ചു വിടുന്ന ആ ഒരു ടൈപ്പല്ല. അല്ലാതെ ഇതിനുള്ളിൽ കൂടെ കൊടുക്കില്ല. നമ്മൾ പണ്ടത്തെ ചെരുപ്പിൻ്റെയൊക്കെ ഒരു ആ ഒരു ടൈപ്പ് വരില്ല ഇതാ ഇങ്ങനെ. പക്ഷെ അത് ഭയങ്കര രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു മോഡൽ. അപ്പം ഇതാണ് നമ്മൾ അടുത്തത്. ഇതും ബാറ്റിൻ്റെ ആണ്. നല്ല ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്ലാറ്റാണ് ഈ ഒരു ചെരുപ്പ് വരുന്നത്. ഇത് ഹീൽ ടൈപ്പാണ്. അപ്പം രണ്ടും കാലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ ഉള്ളത് 2 ടോപ്പുകളാണ്. നമ്മുടെ ഈ ഒരു മാക്സിൻ്റെ ഈ ഒരു ടോപ്പ് കേട്ടോ. അതായത് അതാ ഇതിന് 299 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഓഫറുണ്ട്. ഇതിനെക്കാളും റേറ്റ് കുറവേ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലാർജാണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ടീഷർട്ട് കേട്ടോ. ഈ ഒരു ലെങ്തിലാണ് നമുക്ക് സംഭവം വരുന്നത്. കുറച്ച് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല തൊടുമ്പോൾ നല്ലൊരു മിനുസലുള്ള മെറ്റീരിയലാണ്. ഇടാനായിട്ട് നല്ല സുഖമുണ്ട്. ഇതാണ് ഞാൻ അലക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ എന്തായാലും മേടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഇടാനിട്ട് വെക്കുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ട് തോന്നി. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തത്. ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കുമല്ലോ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് കാണിച്ചു തരാം. അപ്പം അതാണ് ഒന്ന്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ് ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ആ ഒരു ടൈപ്പ് കേട്ടോ. ഞാൻ ഇങ്ങനത്തത് ഈ ഒരു മെറ്റീരിയൽ അധികം മേടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ടോപ്പ് എനിക്ക് ആദ്യമായിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ആഷ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, ആഷ് കളർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കളറിൻ്റെ പേരിൽ നിന്നും ഇങ്ങോട്ട് മാറിയിട്ടു. ഇത് മാക്സിൻ്റെ തന്നെയാണ്. ഇതിനും 299 തന്നെയാണ്. എല്ലാത്തിനും 399 ആണ്. പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. എന്തായാലും റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇനി അതും നോക്കാൻ പോയാൽ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ ലെങ്തായി. നമ്മുടെ ഡേ മേലേജിൽ അത്രയും വീഡിയോ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഈ ഒരു ഇറക്കത്തിൽ തന്നെയാണ് വരുന്നത്. രസമുണ്ട് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ജീൻസൊക്കെ ഇട്ട് നോക്കട്ടോ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. നല്ലതാണ് ഈ ടോപ്പ്. പിന്നെ സ്ട്രെച്ചബിൾ ആണ്. അടുത്തത് വന്നിട്ട് റൗണ്ട് നെക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ജീൻസ് ആണ്.
അപ്പം നിങ്ങൾക്ക് ടൈറ്റ് ജീൻസ് ഒക്കെ ഇടാൻ മടിയുള്ളവർക്കിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ജീൻസാണ് ഈ ഒരു മർഫിറ്റ് ജീൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം ലൂസായിട്ട് കിടക്കുക. അല്ലെങ്കിൽ പണ്ടുള്ളവർക്ക് ഇതായിരുന്നു അയ്യോ ടൈറ്റ് ഇട്ടാലും ആൾക്കാരെന്തെങ്കിലും പറയൂ, അങ്ങനത്തെ ഒക്കെ ഒരു മടിയായിരുന്നു. ഞാൻ ടൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. പക്ഷെ ആർക്കെങ്കിലൊക്കെ മടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലൂസ് ടൈപ്പുള്ള ജീൻസ് ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പം ഇതും മാക്സിൻ്റെ തന്നെയാണ്. ഇതുണ്ടോ ഇങ്ങനത്തെ ലൂസ് ജീൻസ് ആണ് വരുന്നത്. ഞാൻ കുറേ യൂസ് ചെയ്തു കേട്ടോ, ഒരുപാട് 10-15 പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു. എന്തായാലും 10 പ്രാവശ്യം മിനിമം ഈ ഒരു ജീൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ജീൻസ്, ഒരു കുഴപ്പം വന്നിട്ടില്ല. സ്റ്റിൽ നല്ല അടിപൊളി സംഭവം തന്നെയാണ്, ക്വാളിറ്റി ഉള്ള ജീനാണ്. അപ്പം ഇതിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻസ് വരും. ഇപ്പോഴാണ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കിത് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ഞാൻ ഏതാന്നുള്ള പ്രൊഡക്റ്റും അതിൻ്റെ ലിങ്കുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അടുക്കളയിലേക്കുള്ള സാധനങ്ങളാണെങ്കിലോ ഈ ഒരു ഡ്രസ് ഐറ്റംസോ ചെരുപ്പൊക്കെ ആണെങ്കിലും പേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഐറ്റംസ് ഇന്ന് വരാനുണ്ട്, അതൊക്കെ വെച്ചിട്ട് അടുത്ത ദിവസം കാണിച്ചു തരാം. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.